അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൊൽസമാത്ത് ചികിത്സയിൽ അസ്മാ ഉൽ ഖമറിൻ്റെ, അതായത് ചന്ദ്രനാമങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ്. ഈ നാമങ്ങൾ കൊണ്ട് അനവധി ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്ന് അസ്മാഇൻ്റെയും തൊൽസമാത്തിൻ്റെയും ഒക്കെ കിതാബുകളിൽ വിശദീകരിച്ച് കാണുന്നുണ്ട്. ഈ നാമങ്ങളെ അല്ലെങ്കിൽ ഈ നാമങ്ങൾ കൊണ്ടുള്ള ചികിത്സകളെ ഇസ്ലാം വൽക്കരിക്കപ്പെടാൻ വേണ്ടി മേമ്പടിക്ക് ചില ആയത്തുകളും ഇവർ എഴുതി ചേർക്കുന്നുണ്ട്. ലയാഖീം, ലയലഹു, ലയാഫൗമു തുടങ്ങിയ 7 നാമങ്ങളാണ് അസ്മാ ഉൽ ഖമർ, ചന്ദ്രനാമങ്ങൾ. ഈ അനറബിയിലുള്ള ഈ നാമങ്ങളെ അറബിയിലെഴുതി തലതിരിച്ചു വായിച്ചാൽ ലയാഹീലെന്നും റൗഫായിലെന്നും വഗ്നായിലെന്നും വായിക്കാൻ സാധിക്കും. ഈ നാമങ്ങളുടെ അടിസ്ഥാനം അറിയാത്തവർ ഇത് ഏതോ മലക്കുകളുടെ നാമമാണെന്ന് കരുതി ആ നാമങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഇതുകൊണ്ടുള്ള ചികിത്സ ധാരാളം ഉണ്ട്. ഒരു മന്ത്രം മാത്രം ഇതുകൊണ്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. വൃശ്ചിക രാശിയിൽ ശനിയുടെ സമയത്തിൽ ദ്രവിച്ച ഒരു എല്ലും കഷ്ണത്തിൻ്റെ മേൽ മന്ത്രം എഴുതുകയും സാമ്പ്രാണി പോലുള്ള ദ്രവ്യങ്ങൾ പുകയ്ക്കുകയും 99 പ്രാവശ്യം ഈ അസ്മാ ഉൽ ഖമർ, ചന്ദ്രനാമങ്ങൾ ജപിക്കുകയും ശേഷം ഈ എല്ലും കഷ്ണത്തെ പൊടിച്ച് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് വിതറിയാൽ ആ ഒരുമിച്ച് കൂടുന്ന ജനങ്ങൾ തമ്മിലടിച്ചു പിരിയും എന്നാണ് ഇവരുടെ വിശ്വാസം. എത്രയോ വലിയ ഒരു സിഹിറിൻ്റെ ഇനമാണ് ഇപ്പോൾ ഈ നടത്തിയ ഈ ഒരു ചികിത്സ. ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുക, അതൊരു സിഹിറിൻ്റെ ഇനമാണ്, ഫുർഖത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.